ഹായ് കൂട്ടുകാരി, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കഴുത്തിലണിയാനായിട്ട് ചെറിയ നെക്ലസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇത് വൈറ്റ് സ്റ്റോണാണ്. ഇത് 20 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഒത്തിരി സ്റ്റോണുകളുണ്ട് കേട്ടോ. ഇത് മജന്ത കളറിലുള്ള സ്റ്റോണ്, താമരമൊട്ട് രൂപത്തിലുള്ളത്. ഇത് 10 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇതിൽ ഒത്തിരി സ്റ്റോണുകളുണ്ട് കേട്ടോ. ഈ വൈറ്റ് സ്റ്റോണ് 20 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് കൂടുതൽ കമ്മലും മാലയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലുള്ള ബോൾ ചെയിൻ നമ്മൾ പ്ലാസ്റ്റിക് പേപ്പറിൽ, ഷീറ്റ് പേപ്പറിൽ കഴുത്തിൻ്റെ ലൈൻ വരച്ചിട്ട് കഴുത്തിൻ്റെ പാകത്തിനുള്ള അളവെടുത്തിട്ട് ഒരു പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ വരച്ചിട്ട് ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഡിസൈൻ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മുടെ മനസ്സിലെന്തോ തോന്നുന്നത് അതുപോലുള്ള ഡിസൈൻ വെച്ച് അങ്ങനെ കൊടുക്കുക തന്നെ. അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് സ്റ്റോണ്, റൗണ്ട് സ്റ്റോണ് ഒട്ടിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് താമരമൊട്ടിൻ്റെ മജന്ത സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇതാ കണ്ടില്ലേ, സൂപ്പറായിട്ട് കാണാൻ നല്ല ചേലാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുക്കണം. ഞാനിങ്ങനെ ഒന്നായിട്ട് പൈസ ഒഴിച്ചു കൊടുത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മാല ഉണ്ടാക്കുന്നത്. ഇതുവരെ കമ്മലുകളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് ശീലമുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പരീക്ഷണമായിട്ടാണ് സ്വന്തം മാല ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മാല വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അത് എത്രത്തോളം ഫിനിഷിങ് കിട്ടുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഒരു ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കുക. ക്ഷമ വേണം കേട്ടോ. ക്ഷമയില്ലാതെ ഈ പണിക്കൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അവസാനം അതിൻ്റെ ലാസ്റ്റ് ലെയറിൽ കൂടെ വീണ്ടും പശ തേച്ചിട്ട് നമ്മൾ ബോൾ ചെയിൻ കറക്റ്റ് ലെവലിൽ ഒട്ടിച്ചു കൊടുത്തതായിരുന്നു. അതും ഒട്ടിച്ചിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അവസാനം ഇതാണ് ഒട്ടിച്ചിട്ട് നമ്മൾ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തത്. കറക്റ്റായിട്ട് കഴുത്തിൻ്റെ അളവൊന്നും കിട്ടിയില്ല, ഒരു ഭാഗം ചരിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുകയല്ലേ, കുഴപ്പമൊന്നുമില്ലയെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഇതാണ് കട്ട് ചെയ്തിട്ടുള്ള ബോൾ ചെയിനും സ്റ്റോണും ഒക്കെ ഒട്ടിച്ചിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള വർക്ക്. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ വട്ടക്കണ്ണികളുണ്ടല്ലോ, അതിന് ഇങ്ങനെ കോർത്ത് കൊടുത്തു. ഇതാണ് ആ വട്ടക്കണ്ണി. ഇതിനെ അടർത്തി കോർത്ത് കൊടുത്തു. എന്നിട്ട് ഈ ചെയിനിൻ്റെ, നമ്മൾ ഉണ്ടാക്കിയ ചെയിനിൻ്റെ അരിയത്ത് ഇങ്ങനെ കോർത്തിട്ട് നമ്മുടെ പഴയ മാലയുടെ ഹുക്കും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഏകദേശം ഇത് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ ബാക്കിൽ സ്വർണ്ണ നെക്ലസ്സിലിടുന്ന ആ കയറ് കൊണ്ടൊക്കെ നമുക്ക് ഇത് കണ്ണി ഉണ്ടാക്കിയിട്ട് ഇടാം. പക്ഷെ ഞാനിതാണ് ചെയ്തത്. അവസാനം കഴുത്തിൽ മാലൊക്കെ ഇട്ടു. നന്നായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കിട്ടി, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മാലയൊക്കെ ഉണ്ടാക്കി കഴുത്തിലിടാൻ പറ്റും എന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കടകൾ കയറിയിട്ട് മാല വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.